Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So, Sayon from Kamal Hassan and Shivakarthikeyan movie. Okay? So, trailer ആണ് റിലീസ് ആയിട്ടുള്ളത്. നമുക്ക് ട്രെയിലറിന് പെട്ടെന്ന് കണ്ടതിന് ശേഷം കാര്യങ്ങൾ പറയാം. Okay? Make sure that you guys are subscribing to the channel. Subscription ചെയ്തോ കേട്ടോ. പടപ്പടാൻ ചെയ്തു. നമ്മളിങ്ങനെ ബാക്ക് ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ട്. Okay? So, ചെയ്തോ എല്ലാം കണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് let's grow the channel together. അയ്യ ലുങ്കിയൊക്കെ കൊടുത്താണോ വന്നേക്കുന്നത്? ആരടാ ഇതൊക്കെ? പുള്ളിങ്കോ என்ன நடந்து கேட்டாங்கயா சொன்னேன் பாய் வயா குத்திட்டாங்கயா ஆமா என்ன நடந்து சொன்னேன் எல்லாரையும் அடிச்சது வள்ளி திருமணம்யா சாமிக்கு அடிக்கிறான்னா சாமி இல்லைன்றவனா വള്ളി തിരുമണമാ? എന്റെ പൊന്നെ, ഇത് റിലീജിയൻ ബേസ്ഡ് ആണ്. ഇപ്പൊ കേരള സ്റ്റോറി കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതിന്റെ ട്രെയിലർ കണ്ടിട്ട് ഇറങ്ങിയത്. കമൽ ഹാസൻ പ്രസൻസ് ശിവകാർത്തികേയൻ. ഓ, ഇതിനെ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സീനുണ്ട്. ഇതിനകത്ത് എന്ത് സംഭവം വെച്ചിരുന്നാലും സ്പോട്ടിൽ ഉമ്മാരെ അടിച്ചങ്ങ് വിടും. അതിപ്പോ ഒരു 10 സെക്കൻഡ് ആണെങ്കിലും അങ്ങനെ തന്നെ. കേട്ടു നോക്കാം. നിവിൻ പോളിയാ? അത് ധ്യാൻ ശ്രീനിവാസനാ. ബോഡി ടൈപ്പ് കൊണ്ടിട്ട് അതുപോലെ ബോഡി ഷേമിങ് അല്ല കേട്ടോ. ഓ, അതും പറയാൻ പറ്റും. അടി കൊടുത്ത് കണ്ടപ്പോൾ അതുപോലുണ്ട്. ഇത് എന്ത് സംഭവം? ഇത് ഒരാള് കിടന്ന് ഇങ്ങനെ ബേളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈ തമിഴ് ഇതിലുള്ള ചില ആൾക്കാരുടെ പ്രശ്നം. എന്താ വെച്ചാൽ ചുമ്മാ കിടന്ന് അലറും ഒരാവശ്യമില്ലാതെ. ഉത്സവത്തിനിടയിൽ എന്തോ നടന്നു, ആരെയൊക്കെ പിടിച്ച് അടി കൊടുത്തു. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. കമൽ ഹാസൻ പ്രൊഡ്യൂസറാണ് കേട്ടോ. ഓക്കെ, ശിവകാർത്തികേയൻ. അടികുത്തിയാണ് നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിലോട്ട്, അമ്പലത്തിലോട്ട് പോകാതെ എന്ത് പോലീസ് സ്റ്റേഷന്റെ മുമ്പില് സ്വാമിയാണോ? സ്വാമിയുടെ അടുത്ത് സ്വാമി അടിച്ചു. എന്ത്? ഓക്കെ, ക്യാമറ പരിപാടിയൊക്കെ നോക്കിയേ. ക്യാമറ നൈസായിട്ടുണ്ടോ? പിന്നെ എന്നടാ വരണ്ടിയേ? ഒക്ടോബർ, ദൈവമേ, ഒക്ടോബറിൽ ഇറങ്ങുന്ന പടത്തിനാണ് ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ സെയ്യോൻ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പോലീസ് സ്റ്റേഷന് മുമ്പിൽ നമ്മുടെ, എനിക്ക് തോന്നുന്നു അത് പുള്ളി ഇങ്ങനെ തുള്ളിയൊക്കെ വരുന്ന കണ്ടപ്പം തെയ്യമല്ല, ഇത് സംഭവം എന്താണ് ഈ വെളിച്ചപ്പാട്, അതിൻ്റെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. അതാണ് ദൈവം വരുന്നെന്ന് പറഞ്ഞ സംഭവം. അതായിരിക്കും. ആളെ പേരാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളി ഒന്ന് പോലീസുകാരൻ ലുങ്കി എടുത്തുകൊണ്ടൊക്കെ വന്ന് തൊഴുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ദൈവമായിട്ട് റിലേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ ഈ അതിനെന്ത് പറയുന്ന ഈ ഇതെടുത്തിട്ട് വാളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ദൈവം അകത്ത് കയറുന്നെന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം അതുപോലത്തെ സംഭവമായിരിക്കും. സോ എനിവേയ്സ്, എന്താണെന്ന് കറക്റ്റായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. 3 മിനിറ്റ് ഉണ്ടായിരുന്നു. 3 മിനിറ്റിനകത്ത് ഫുൾ അലർച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ പയ്യൻ കിടന്ന് ഓടി. ഇവിടെ അടിച്ചാരെന്ന് ചോദിച്ചു, പോലീസ് ഒന്ന് അടിച്ചാരെന്ന് ചോദിച്ചു. ആ പയ്യൻ കിടന്ന് കുറേ അലറി. കാര്യം കഴിഞ്ഞു.
ആ ഇൻട്രോയിൽ ശിവകാർത്തികേയൻ വന്ന ആ ഒരു ഇൻട്രോയും കാണിച്ചു, അത്രയേ ഉള്ളൂ. ട്രെയിലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതലായിട്ട് ആ മൂവിയുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ തരണം. ആൻഡ് ഇതിനകത്ത് ഒന്നും മെൻഷൻ ചെയ്യില്ല. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. ലൈക്ക് യുനോ ഈ നമ്മൾ ട്രെയിലർ അല്ലെങ്കിൽ ടീസറിനകത്ത് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോഴോ ഇല്ലെങ്കിൽ മൂവിയുടെ എന്ത് ഓഡിയോ റിലീസോ അല്ലെങ്കിൽ എന്താണ് ഗ്ലിംസ് ഓഫ് ദിസോ അല്ലെങ്കിൽ ക്യാരക്ടർ റിലീസോ എന്നൊക്കെ പറഞ്ഞ് അതിനൊരു ക്യാപ്ഷൻ കൊടുക്കണം. ആൻഡ് പീപ്പിൾ ഡോണ്ട് ഡു ദിസ് നൗ ഡേയ്സ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഇത് 3 മിനിറ്റ് ഉണ്ട്. സോ വി അസ്യൂം ദാറ്റ് ദിസ് ഇസ് എ ട്രെയിലർ, അല്ലെങ്കിൽ ചിലപ്പോൾ ടീസർ ആയിരിക്കാം. കാരണം ഒക്ടോബറിൽ റിലീസ് ആവുന്നതുകൊണ്ട് ചിലപ്പോൾ ടീസർ ആവാനും ചാൻസ് ഉണ്ട്. ചാൻസ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ പരിപാടി എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാരണം അതിനകത്ത് ടീസർ എന്ന് പറഞ്ഞിരുന്നാൽ 3-3.5 മിനിറ്റ് ഇത് കാണിച്ചിട്ട് അതിനകത്ത് ആകെ ഈ അലറും വിളിയും മാത്രമേ ഉള്ളൂ. കാരണം കംപ്ലീറ്റ് എന്താണ് ജോണർ എന്നോ എന്താണ് കംപ്ലീറ്റ് പിക്ചർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അറിയാമല്ലോ, കമൽ ഹാസൻ പ്രൊഡ്യൂസറാണ്. സോ ലെറ്റ് സി കാര്യങ്ങൾ കൂടുതൽ എന്താണെന്നുള്ളത് ഇനി അടുത്ത എന്തെങ്കിലും വരുമോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് കണ്ടറിയാം. സോ എനിവേസ് അതിൽ നമുക്ക് കൂടുതലായിട്ട് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇനി ചില മൂവീസ് റിവ്യൂ ചെയ്യാനുണ്ട്. ഞാൻ 6th ഇറങ്ങിയ കുറച്ച് മൂവീസും കാര്യങ്ങളെല്ലാം റിവ്യൂ ചെയ്ത് വച്ചിരുന്നു. പക്ഷേ പ്രശ്നം എന്ത് പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം കുറച്ച് ഡിലേ വന്നു. സോ അതുകൊണ്ട് പോയി കണ്ടത് വേസ്റ്റായി പോയി. അതായത് ടൈമിന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. സോ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം വരും. സോ ഇനി മുതൽ കറക്റ്റായിട്ട് ഈ കാണുന്ന മൂവീസിനെല്ലാം മൂവി റിവ്യൂസ് പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യണം. സോ അത് ഞാൻ എന്തായിരുന്നാലും ഞാൻ ലൈക്ക് ഐ ഹാവ് ടേക്കൺ എ ഡിസിഷൻ ദാറ്റ് വിത്തൗട്ട് ഡിലേ പടം കണ്ട് വന്ന ഓട്ടം തന്നെ ഞാൻ ഇതിടും. ലൈക്ക് ഐ എം നോട്ട് വെയിറ്റിംഗ് ഫോർ എനിത്തിങ്. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചില കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്ന കാര്യങ്ങൾ മറന്നു. ഓക്കെ, എനിവേസ് എന്തായിരുന്നാലും നിങ്ങൾ കാണുന്നവർ നിങ്ങളുടെ സപ്പോർട്ട് അറിയാമല്ലോ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. നമ്മൾ കറക്റ്റായിട്ട് ഈ പരിപാടികളും കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് പുതിയ പുതിയ പരിപാടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. അതെല്ലാം അണ്ടർ പ്ലാനിങ് ആണ്. ആൻഡ് യു നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതൊന്നും സിമ്പിളൊന്നും അല്ല. നമ്മൾ കുറച്ചധികം എഫർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ എനിവേസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, പിന്നെ കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് കയറി ചെറുപ്പറാന്ന് കമൻറ്റ് ഇട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയുന്നത് ഇനിയിപ്പം തെറിയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് പറയുന്നത് തോന്നുന്നു, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പെട്ടെന്ന് പോരട്ടെ. ഓൾറൈറ്റ്, സോ ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.